ദോശ എന്നൊക്കെ പറയുമ്പോൾ ഇതാണ് ദോശ എന്ന് പറഞ്ഞത്. ഒരാളുടെ വലിപ്പമുണ്ടെന്ന്. എന്തല്ലേ. കഴിഞ്ഞ ദിവസം പറവൂർ പോയപ്പോൾ കഴിച്ച ഒരു യമണ്ടൻ ദോശ എന്ന് വെച്ചാൽ ഒരു പേപ്പർ റോസ്റ്റ്, അതിൻ്റെ കഥയാണ് നമ്മളിന്ന് പറയുന്നത്. നല്ല അടിപൊളി പേപ്പർ റോസ്റ്റ് ആയിരുന്നു. അതുപോലെ അവരുടെ സാമ്പാർ, ചട്നി, കിഡ്നി എല്ലാം അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. ഇതിലൊരു കാര്യം എടുത്തു പറയേണ്ടത്, നമ്മൾ സാധാരണ ഈ പേപ്പർ റോസ്റ്റൊക്കെ പറയുമ്പോൾ വലിയ ദോശയാണ്, അപ്പോൾ ഇതിൻ്റെ പല ഭാഗം വെവില്ല. ഇത് അവർ അടിപൊളിയായിട്ട് എല്ലാ ഭാഗവും മൊരിച്ച് തരണമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു പ്രത്യേകം. അത് അതേപോലെ തന്നെ തന്നിരുന്നു. അതിൽ വളരെയധികം സന്തോഷമായിരുന്നു പറഞ്ഞു. അതുപോലെ ഒരു തന്ന പ്ലേറ്റ് പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളി പ്ലേറ്റ്, കിഡിലൻ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അവർ തന്ന ചായ, അതിനെക്കുറിച്ച് പറയാതിരിക്കാനേ പറ്റില്ല. ഭയങ്കര മോശം ചായയായിരുന്നു, ഭയങ്കര കടുപ്പം കൂടിയിട്ട് കയ്ക്കായിരുന്നു എന്ന് പറഞ്ഞത്. അങ്ങനെ മൊത്തത്തിലൊരു മിക്സഡ് അനുഭവം, നല്ലതായിട്ടുള്ള അനുഭവമുണ്ട്, മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനമാകുമ്പോൾ അവർ തരാനുള്ള സംഭവം അവർ തന്നു, നമ്മൾ കൊടുക്കാനുള്ള സംഭവം അവർക്ക് കൊടുക്കുകയും ചെയ്തു. പറവൂർ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് വൃന്ദാവൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ദോശ കഴിക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ദോശയായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ആരെങ്കിലും ഇവിടെ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. വേറെ എനിക്കൊരു പോരായ്മ തോന്നിയത്, അത് പറയാതിരിക്കാൻ പറ്റില്ല, ഇവിടെ ടോയ്ലറ്റ് സൗകര്യം വളരെ കുറവാണ്. ആകെ 2 ടോയ്ലറ്റ് ഉള്ളൂ. അപ്പോൾ കുറച്ചധികം ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ പെട്ടുപോകും. അപ്പോൾ അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ പറയേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സി യു.